അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വഇത്രതിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും പാവനമായ സ്മരണകൾ ഉണർത്തിക്കൊണ്ട് ഒരു ബലിപെരുന്നാൾ കൂടി സമാഗതമാവുകയാണ്. ലോക മുസ്ലിം സമൂഹം ബലിപെരുന്നാളനുബന്ധിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പുണ്യകർമ്മമാണ് ഉളുഹിയത്ത് അഥവാ ബലികർമ്മം എന്നത്. ഉളുഹിയത്തുമായി സംബന്ധിച്ചുകൊണ്ട് നിരവധി വിമർശനങ്ങളും നിരവധി ചർച്ചകളും ലോകത്ത് നടക്കാറുണ്ട്. അങ്ങനെയുള്ള ചർച്ചകളിലേക്ക് വെളിച്ചം വീശുക എന്നതാണ് ഇവിടെ ലക്ഷ്യമിടുന്നത്. ഉളുഹിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമർശനങ്ങൾക്ക് മറുപടി പറയുകയും കർമ്മശാസ്ത്രത്തിൽ ഊന്നിക്കൊണ്ടുള്ള ചർച്ചകൾക്കാണ് ഇവിടെ തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ദൈവത്തിൻ്റെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ആജ്ഞകൾ അനുസരിച്ചുകൊണ്ട് യാതൊരു ചിന്തകൾക്കോ യുക്തികൾക്കോ ഒന്നും അവസരം നൽകാതെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ചുകൊണ്ട് തൻ്റെ പ്രിയപുത്രനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബലികർമ്മം നടത്താൻ വേണ്ടിക്കൊണ്ട് സമർപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് അദ്ദേഹം സന്നദ്ധനായി. ആ ഒരു സ്മരണാർത്ഥമാണ് ഇന്നും ലോകത്ത്. അതിൻ്റെ നന്ദിയാർത്ഥം അള്ളാഹു സുബ്ഹാനഹു വ തആല ആടിനറുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും അതിനനുബന്ധമായി കൊണ്ട് ആ ഓർമ്മകളെല്ലാം പുതുക്കിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായത്തിന് ഉളുഹിയത്ത് എന്നുള്ള മഹത്തരമായ പുണ്യകർമ്മം മതവിധിയാക്കപ്പെട്ടത്, ശർആക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ദീർഘമായ ചർച്ചകൾ നമുക്കറിയാം. വിമർശനങ്ങളുമായിട്ടും കർമ്മശാസ്ത്രത്തിൽ പലവിധ ചർച്ചകളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും പറയുന്നത് എന്താണ് ഉളുഹിയത്തിൻ്റെ യുക്തി എന്നാണ്. യഥാർത്ഥത്തിൽ ഈ ഉളുഹിയത്ത് കർമ്മം എന്ന് പറയുന്നത് അത് മതവിധിയാക്കപ്പെട്ടത് തന്നെ യുക്തികൾക്ക് അഭേദ്യമായിട്ടാണല്ലോ. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പുത്രനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കാൻ യാതൊരു ചിന്തകൾക്കോ എന്താണ് അതിൻ്റെ യുക്തി എന്ന് ചിന്തിക്കാതെ തൻ്റെ മകനെ ബലികർപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് അദ്ദേഹം സന്നദ്ധനായി. ആ ഒരു വിഷയത്തിൽ അതുപോലെ തന്നെ അള്ളാഹു നമ്മോട് പറയുന്നു, ഫസ്വലി റബ്ബിക വൻഹർ. തഫ്സീർ റാസിയിലൊക്കെ ഇത് വിശദീകരിക്കുന്നുണ്ട്. ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഉളുഹിയത്താണ്. അപ്പം അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലായിട്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരവധി ഹദീസിലായിട്ടും നമ്മോട് കൽപ്പനയുണ്ട് ഉളുഹിയത്ത് നടത്തണമെന്നത് അഥവാ ബലി അർപ്പിക്കണമെന്നത്. അതിനനുസൃതമായിട്ടാണ് ഇന്ന് ലോക മുസ്ലിം സമുദായം ബലിപെരുന്നാളനുബന്ധിച്ചുകൊണ്ട് ഉളുഹിയത്ത് കർമ്മം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിലൂടെ ധാരാളം ലക്ഷ്യങ്ങൾ, ധാരാളം നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് അതിഥി സൽക്കാരത്തിനും അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾക്കും സുഭിക്ഷമായ ഭക്ഷണം തൻ്റെ സഹോദരന്മാരായ മുസ്ലിം സമുദായത്തിനെല്ലാം എത്തിച്ചു കൊടുക്കാനുള്ള സുവർണ അവസരമാണ് ഇതിലൂടെ നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത്. ചില വിമർശകരുടെ വിമർശനമായിട്ട് ഉപയോഗിക്കാറുണ്ട്, ഇത് വെറും ഒരു ബലികർമ്മം മാത്രമാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു ഫായിദയൊന്നും ഇതിനില്ല, മറ്റൊരു നേട്ടങ്ങളൊന്നും ഇതിനില്ല എന്ന് പറഞ്ഞാണ്ട് ഒരു വിമർശനം പറയാറുണ്ട്. അതിൻ്റെ ഒരു മറുപടി കൂടിയാണ് ഈ പറഞ്ഞത്. യഥാർത്ഥത്തിൽ നാം ചിന്തിക്കേണ്ടത്, പ്രാചീന കാലം മുതൽ തന്നെ മനുഷ്യൻ തൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ലോകത്തുള്ള എല്ലാം ദൈവം സമർപ്പിച്ചിട്ടുള്ളത്, ദൈവം സമ്മാനിച്ചിട്ടുള്ളത്. ആ നിലക്ക് തൻ്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ടും തൻ്റെ ഭക്ഷ്യ ഉപയോഗത്തിന് വേണ്ടിയിട്ടുമെല്ലാം മനുഷ്യൻ അൻആമിനെ, നാൽക്കാലികളെ, കന്നുകാലികളെയെല്ലാം അറുത്തും ഭക്ഷിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് നാൽക്കാലികളിൽ നിക്ഷിപ്തമായി എന്ന് നാം നോക്കുമ്പോൾ, കാരണം ഒന്നാമതായിട്ട് പറയാനുള്ളത് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് ബഹീമത്തുൽ അൻആം അഥവാ നാൽക്കാലികൾ എന്ന് ഖുർആനിൽ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാരണം അതാണ്. മറ്റൊന്ന് നമ്മൾ നോക്കുമ്പോൾ ഹദീസുകളിൽ വ്യക്തമായി പറഞ്ഞത് ആട്, മാട്, ഒട്ടകം എന്നതിൽ ക്ലിപ്തപ്പെടുത്തിയിട്ടുള്ള വാക്കുകളാണ്. പിന്നെ നമുക്ക് മനസ്സിലാക്കാം, ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ ലോകത്ത് മാംസത്തിന് വേണ്ടി അറുക്കപ്പെട്ടത് ഈ 3 എണ്ണമാണ്. ഇന്ന് നാം കാണുന്ന ബോയിലർ കോഴികളൊന്നും ആദ്യ കാലഘട്ടത്തിലില്ല. മാത്രമല്ല അന്ന് അങ്ങനെ മാംസത്തിന് വേണ്ടി കോഴികളെ അറുക്കുക എന്നുള്ള സമ്പ്രദായവുമില്ല. സ്വാഭാവികമായിട്ടും ചരിത്രപരമായിട്ട് തന്നെ മാംസത്തിന് വേണ്ടി പൊതുവെ ഉപയോഗിച്ചിരുന്നത് ഈ 3 എണ്ണമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതാണ് ഒന്നാമത്തെ ഒരു ചരിത്രപരമായിട്ടുള്ള കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നേരത്തെ നമ്മൾ ഹിക്മത്ത് സൂചിപ്പിച്ചു, അതിൻ്റെ
യുക്തി എന്താണെന്ന് നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു. ഇവിടെ വിമർശകർ സാധാരണ ഇതിനെ ഉപയോഗിക്കാറുള്ളത് യാതൊരു കാരുണ്യവുമില്ലാതെ മൃഗങ്ങളെ അങ്ങനെ കൊന്നു തള്ളുകയാണെന്നാണ്. അവർ ചോദിക്കാറുണ്ട്, കരുണാമയനായ ഒരു ദൈവം ഇങ്ങനെയൊക്കെ കൽപ്പിക്കുമോ? എങ്ങനെയൊക്കെ കൽപ്പിക്കുക? കരുണാമയനായ ദൈവത്തിന് എങ്ങനെയാണ് ഇങ്ങനെ ക്രൂരമായിട്ട് ബലികർമ്മം നടത്താൻ എങ്ങനെയാണ് മനുഷ്യരോട് കൽപ്പിക്കുക എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞത് വെച്ചതിൻ്റെ ഒരു ബാക്കിയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ മകനെ ബലിയർപ്പിക്കാൻ കൽപ്പിക്കുമ്പോൾ അവിടെ അദ്ദേഹം അള്ളാഹുവിനോട് അതിൻ്റെ യുക്തി എന്താണെന്നോ അത് ശരിയല്ലല്ലോ എന്നൊന്നും ചോദിക്കുന്നില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് കൽപ്പിച്ചുവോ അത് അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് ആ ഒരു കർമ്മത്തിന് വേണ്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തയ്യാറാവുകയാണ് അവിടെ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത്, നമ്മുടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആലയും റസൂലും നമ്മുടെ ഒരു കാര്യം കൽപ്പിച്ചാൽ അത് അതേപടി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ യുക്തി അന്വേഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു വെച്ചു. അതിനോട് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ചില യുക്തികളും ഇതിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ ബലിയർപ്പിക്കുമ്പോൾ കേവലം ഒരു മൃഗത്തെ മാത്രമല്ല അവിടെ ബലിയർപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ഇസ്ലാമിനോട് ഇങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ അവിടെ നമ്മൾ ഇസ്മായിൽ നബി ഇസ്ലാമിൻ്റെ പ്രായം ഒന്ന് കണക്കാക്കണം. ഏറ്റവും സ്നേഹം തോന്നുന്ന, ഏറ്റവും കരുണ തോന്നുന്ന ഒരു സമയത്താണ്, ഈ മകനോട് ഏറ്റവും കരുണയും സ്നേഹമൊക്കെ തോന്നുന്ന സമയത്താണ് ഇബ്രാഹിം നബി ഇസ്ലാം ഇങ്ങനെ ഒരു കൽപ്പനയ്ക്ക് വിധേയപ്പെടുന്നത്. ആ സമയത്ത് തൻ്റെ കാരുണ്യവും തൻ്റെ സ്നേഹവും എല്ലാം തൻ്റെ മകന് അത്രത്തോളം ഉണ്ടായിട്ട് പോലും ആ സ്നേഹവും കാരുണ്യവും ഒക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ബലിയർപ്പിക്കാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ്. അതേ ഒരു രീതി തന്നെയാണ് ഇവിടെ ഉണ്ടാവുന്നത്. സാധാരണ പണ്ട് കാലത്തെ രീതികളൊക്കെ നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ എല്ലാവരുടെയും വീട്ടിലൊക്കെ കാലികൾ ഉണ്ടാവുന്നത് സാധാരണമാണ്. അപ്പോൾ ഇത്തരം കാലികളെ അവർക്ക് അതിനോട് ഭയങ്കര കാരുണ്യം ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ വളർന്നു വന്നതാണ്, അതിനോട് സ്നേഹം ഉണ്ടാവും. അപ്പോൾ അതിനെ ബലിയർപ്പിക്കാൻ വേണ്ടി കൽപ്പിക്കുമ്പോൾ അവിടെ കേവലം ഒരു മൃഗത്തെ ബലിയർപ്പിക്കുകയല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന്, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിക്കൊണ്ട് തൻ്റെ സർവ്വ പ്രവർത്തനങ്ങളും സർവ്വ വാക്കുകളും സർവ്വ വികാരങ്ങളും അള്ളാഹുവിനക്ക് സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള ഒരു ബോധവും കൂടി ഇതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. താൻ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ താൻ കരുണയോടുകൂടി പെരുമാറുന്ന തൻ്റെ സഹജീവി, അല്ലെങ്കിൽ മറ്റുള്ള ചില ആളുകളൊക്കെ ഭയങ്കര കാരുണ്യവാന്മാരായിരിക്കും, ഉറുമ്പുകളെ പോലും നോവിക്കാൻ അവർക്ക് മടിയായിരിക്കും. ആ സമയത്ത് അവരിത്തരം ഒരു ബലികർമ്മത്തിന് തയ്യാറാവുക എന്നുള്ളത് അവരെ അർപ്പണ ബോധത്തെ കൂടുതൽ വ്യക്തമാക്കി തരുന്നുണ്ട്. അതിനവർ തയ്യാറാവണോ എന്നുള്ള ഒരു പരീക്ഷണം കൂടിയാണ് ഈ ബലികർമ്മത്തിലൂടെ അതിൻ്റെ യുക്തിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. പക്ഷേ ഈ യുക്തിക്ക് വേണ്ടി വാദിക്കുന്നവരിൽ തന്നെ അയുക്തമായ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ശരിയാണത്. കാരണം കച്ചവടത്തിന് വേണ്ടി ലോകത്ത് അറുക്കപ്പെടുന്ന ആട്, മാട് അല്ലെങ്കിൽ ബീഫ്, ഏറ്റവും കൂടുതൽ അറുക്കപ്പെടുന്നത് ബീഫാണ്. ഈ ബീഫിന് വേണ്ടി അവർ ലഹള കൂട്ടുന്നില്ല, കച്ചവടത്തിന് വേണ്ടി അറുക്കരുത് എന്ന് അവർ പറയുന്നില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ 2024 ഇന്ത്യയിൽ നിന്ന് മാത്രം കയറ്റുമതി ചെയ്ത ബീഫിന്റെ എണ്ണം 1.5 മില്യൺ മെട്രിക് ടൺ ബീഫാണ്. അത്രത്തോളം ഒരു അളവില് ബീഫ് കയറ്റുമതി ചെയ്തിട്ടുണ്ട്. അതിനെതിരെ അവരൊന്നും പറയുന്നില്ല. പക്ഷെ പാവങ്ങൾക്ക് വേണ്ടി, അത് കച്ചവട ആവശ്യത്തിനുള്ളതാണ്, പാവങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെടുന്ന ഉദീഹത്ത്. കാരണം ഉദീഹത്തിന്റെ മാനദണ്ഡത്തിൽ തന്നെ ഒരു ഉദീഹത്ത് ശരിയാവണമെങ്കിൽ പറയപ്പെട്ടിട്ടുള്ളത് എന്താ, ഒരു പാവപ്പെട്ട ദരിദ്രന് അത് നൽകണം, എന്നാലേ ആ ഉദീഹത്ത്, ആ ബലികർമ്മം ശരിയാവുള്ളൂ. അപ്പോൾ അതിന് തന്നെ മനസ്സിലാക്കാം ഇതിൽ പ്രധാന ലക്ഷ്യം എന്നുള്ളത്, ഇതിന്റെ ഇറച്ചി കൊണ്ട്, മാംസം കൊണ്ടുള്ള പ്രധാന ലക്ഷ്യം ദരിദ്രനെ ഭക്ഷിപ്പിക്കുക എന്നുള്ളത് തന്നെ. എത്രത്തോളം എന്ന് നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, കുറച്ച് മാത്രം ബാക്കി വെച്ച് മുഴുവൻ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കർമ്മം, ഏറ്റവും നല്ലത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഈ മാംസം പാവപ്പെട്ടവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രഥമ ലക്ഷ്യം. ഇങ്ങനെ ഇരിക്കുന്ന ഈ ബലികർമ്മത്തെ നിസ്സാരമാക്കുകയും, എന്നാൽ കച്ചവട ആവശ്യത്തിന് എത്ര ബലികർമ്മം ചെയ്താലും അതിനെ എതിർക്കുകയോ പറയുകയോ ഒന്നും ചെയ്യാത്ത ഒരു യുക്തിരാഹിത്യം ഇതിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാമിന്റെ ലാബലിൽ വരുന്ന ചില പുതിയ ചിന്താഗതിക്കാർ അവര് പറയുന്ന വൈരുദ്ധ്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ പ്രഭാഷണങ്ങൾ നോക്കാം. അവർ പറയുന്നത് അറുക്കാൻ, ഭക്ഷണത്തിന് വേണ്ടി കൊണ്ട് അറുക്കാം, പക്ഷെ ഒരു ആരാധനാ കർമ്മം എന്നുള്ള നിലക്ക് അറുക്കാൻ പറ്റില്ല. അതിലെ യുക്തിരാഹിത്യം കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടും. യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടാവുന്നത് ബലിപെരുന്നാളിൽ ഒരു ആഘോഷ ദിവസമാണ്. ആഘോഷ ദിവസത്തിൽ ദരിദ്രനും എല്ലാവരും ഒരുപോലെ ആനന്ദിച്ചുകൊണ്ട് എല്ലാം ആസ്വദിക്കുവാൻ ആഗ്രഹിക്കുന്ന ദിവസമാണ്. അപ്പം ആ നിലക്ക് മാംസം
ഏറ്റവും മുന്തിയ ഭക്ഷണമാണ്. ആ അതാണ് നിലക്കാണല്ലോ ഇഷ്തഹാ ഫീഹി ലഹ്മു എന്നുള്ള ഹദീസ് പറഞ്ഞിട്ടുള്ളത്. ഷർഹ് മുസ്ലിമിലൊക്കെ രേഖപ്പെടുത്തിയ ഹദീസാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതിലൂടെ കൈവരിക്കാൻ സാധിക്കുന്നത് ദരിദ്രനും ആ ദിവസത്തിൽ സുഭിക്ഷമായ ഭക്ഷണം കൈവരിക്കുകയും നല്ല രീതിയിൽ ആ ദിവസത്തെ ആസ്വദിക്കുവാനും കഴിയുമെന്നതാണ്. ഇതിൻ്റെ വിധികളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇത് നമുക്ക് ഏത് രൂപത്തിലാണ്, ഇത് നമുക്ക് വാജിബാണോ സുന്നത്താണോ എന്നുള്ള വിധികളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ നമ്മുടെ ശർഇന്റെ പ്രഥമ കണ്ണി. ആ നിലക്ക് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഉദ്ഹിയ്യത്ത് കർമ്മം എന്നുള്ളത് വാജിബായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ടാണ് ഖുർആനിന്റെ കൽപ്പന ഉള്ളത്, വസല്ലി റബ്ബിക വൻഹർ എന്നുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്കിൽ ഇത് വാജിബായിരുന്നു, ഉദ്ഹിയ്യത്ത് കർമ്മം എന്നുള്ളത് വാജിബായിരുന്നു. എന്നാൽ ഉമ്മത്തായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത് ശക്തമായ സുന്നത്താണ്. അഥവാ പെരുന്നാൾ ദിവസത്തിൽ തൻ്റെ ആശ്രിതരുടെയും തൻ്റെയും ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം അതൊക്കെ കഴിഞ്ഞിട്ട് മിച്ചമുള്ള ഒരു ഉദ്ഹിയ്യത്തിന് തികയുന്ന, ഉദ്ഹിയ്യത്തിൻ്റെ ചുരുങ്ങിയതായിട്ട് നമ്മൾ പറയുന്ന ആടാണ്, ആ ആട് വാങ്ങാനെങ്കിലും തികയുന്നൊരു പണം അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവനക്ക് ഉദ്ഹിയ്യത്ത് അറുക്കുക ശക്തമായ സുന്നത്താണ്. പിന്നെ ഒന്നുകൂടെ നമ്മൾ വിശദമായിട്ട് ഈ ഹുക്കുമിനെ ചർച്ച ചെയ്യുമ്പോൾ ഒരു വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് സുന്നത്ത് കിഫയായി മാറുന്നുണ്ട്. അഹ്ലു ബൈത്ത് എന്ന് പറയും, അതായത് ഒരു വീട്ടുകാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുന്നത്ത് കിഫായയാണ്. അവരൊന്നും ഒരാൾ അറുത്താൽ മറ്റുള്ളവരുടെയൊക്കെ തൊലബ് അഥവാ അവരോട് അതുകൊണ്ടുള്ള തേട്ടം വീടും എന്നുള്ളതാണ്. പിന്നെ ഒരു വീട്ടിൽ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, മറ്റാരും അവൻ ചെലവ് കൊടുക്കുന്ന നിർബന്ധമായ മറ്റാരും ഇല്ല എന്നുണ്ടെങ്കിൽ അവനക്കത് സുന്നത്ത് ഐനായിട്ടും മാറുന്നു. ഇതാണ് നമ്മുടെ മദ്ഹബിലെ പ്രബലമായിട്ടുള്ള വീക്ഷണം. ഇനി സമയത്തിലേക്ക് കടക്കാം. ഉദയത്തിന്റെ സമയം എപ്പോഴാണ് ആവുക? ദുൽഹിജ്ജ 10 അഥവാ പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ച് 2 ഖുതുബ 2 റക്അത്ത് നിസ്കാരം ചുരുങ്ങിയ നേരം നിസ്കരിക്കാൻ പറ്റുന്ന ഒരു സമയം, അഥവാ നമുക്കൊരു 20 മിനിറ്റ് പറയാവുന്നതാണ്. ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം അറുക്കലാണ് ഏറ്റവും നല്ലത്. അതാണ് അതിന്റെ സമയം തുടങ്ങുന്നത്. അതിൽ തന്നെ ഏറ്റവും നല്ലത് നിസ്കാരവും ഖുതുബയും പാടെ കഴിഞ്ഞിട്ടാവലാണ് നല്ലത്. അല്ലാതെയും ചെയ്യാം, ആ സമയം കഴിഞ്ഞതിന് ശേഷവും ചെയ്യാവുന്നതാണ്. അതിലേക്കാണ് നമ്മൾ ഫസ്വലി റബ്ബിക വൻഹർ എന്ന് രണ്ടാമതാ പറഞ്ഞത്, നിസ്കാര ശേഷം. ചില തെറ്റിദ്ധാരണകളുണ്ട്, നിസ്കാരത്തിന് മുമ്പ് അറുത്താൽ അത് ഉദ്ഹിയ്യത്തായിട്ട് പരിഗണിക്കുകയില്ല എന്നുള്ളത്. അതിനെതിരാണ് ഇപ്പോൾ നമുക്ക് ഈ ഇതെന്നൊക്കെ മനസ്സിലാവുന്നത്. അഥവാ 20 മിനിറ്റ് സമയം അത് കഴിഞ്ഞാൽ സമയത്താണ് പരിഗണിക്കുന്നത്. മാത്രമല്ല ആ ദിവസത്തിൽ അഥവാ പെരുന്നാൾ ദിവസത്തിൽ അറുക്കലാണ് അതിൽ തന്നെ നല്ലത്. പിന്നീട് നീണ്ടു പോവുകയാണെങ്കിൽ ദുൽഹിജ്ജ 11, 12, 13 മഗ്രിബ് വരെ അറുക്കാനുള്ള സമയമാണ്. അയ്യാമുൽ തശ്രീഖിന്റെ അവസാന ദിവസത്തെ അസ്തമനം വരെ അല്ലേ? അതിനുശേഷം അറുത്താൽ അത് ഉദ്ഹിയ്യത്തായിട്ട് പരിഗണിക്കുകയില്ല. ഈ രാത്രി അറുക്കുന്നത് അതിന്റെ ഹുക്കുമുകൾ ചർച്ച ചെയ്യുമ്പോൾ കറാഹത്താണ്. കാരണം ഒരു കാരണമില്ലാതെ ഒരു നേട്ടവുമില്ലാതെ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ അവിടെ അനുകൂലമായിട്ടുണ്ടാവില്ല പകലിറക്കാൻ, ആ സമയത്തൊക്കെ രാത്രി ഇറക്കണം എന്നാണ്, പ്രശ്നമില്ല. അങ്ങനെ കാരണങ്ങളോ പ്രത്യേകിച്ച് നേട്ടങ്ങളോ ഒന്നുമില്ലാതെ രാത്രി ഇറക്കൽ കറാഹത്താണെന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അവിടുത്തെ തുഹഫയിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇവിടെ ഉദ്ഹിയ്യത്തിന്റെ സമയം പറഞ്ഞു വെച്ചപ്പോൾ അയ്യാമുൽ തശ്രീഖിന്റെ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പായിട്ട് അറുക്കണമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ ഉദ്ഹിയ്യത്ത് വാജിബായ കർമ്മമാണെന്നുണ്ടെങ്കിൽ, അഥവാ അവന് നേർച്ചയാക്കൽ കൊണ്ടോ മറ്റൊക്കെ അവനക്ക് വാജിബായി തീർന്നിട്ടുണ്ട്, അങ്ങനത്തെ രൂപത്തിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയപ്പെട്ട സമയത്ത് അറുക്കൽ നിർബന്ധമാണ്. ഇനി അവന് അറുക്കാതെ പിന്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്തിക്കൽ ഹറാമാണ്. പിന്തിക്കുകയാണെങ്കിലും അവൻ അറുക്കൽ നിർബന്ധമാണ്. പക്ഷെ അത് ഖളാ ആയിട്ടാണ് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വാജിബായിട്ടുള്ള ഉദ്ഹിയ്യത്ത് കൂടെ ഉണ്ട്, അത് വാജിബാവുക നെദർ കൊണ്ട് അഥവാ നേർച്ചയാക്കൽ കൊണ്ടാണ് വാജിബായി തീരുക. എന്നാൽ ഇവിടെ സുന്നത്തായ ഉദ്ഹിയ്യത്ത് നേർച്ചയൊന്നുമില്ലാതെ സാധാ രീതിയിൽ സുന്നത്തായ ഉദ്ഹിയ്യത്താണെങ്കിൽ അയ്യാമുൽ തശ്രീഖ് ദിവസം കഴിഞ്ഞതിന് ശേഷം അറുത്താൽ അത് ഉദ്ഹിയ്യത്തായി പരിഗണിക്കില്ല എന്നാണ്. നമുക്ക് മൃഗത്തിന്റെ വയസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഒട്ടകമാണെങ്കിൽ 5 വയസ്സ് പൂർത്തിയായതിനു ശേഷം 6ലേക്ക് കടക്കണം. ഇനി നമ്മുടെ മാട് വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയാകണം. 2 വയസ്സ് പൂർത്തിയായി 3ാമത്തെ വയസ്സിലേക്ക് കടക്കണം. മാത്രമല്ല ഈ കോലാടാകുമ്പോൾ മാടിൻ്റെ അതേ രൂപത്തിലാണ് വരുന്നത്, അഥവാ 2 വയസ്സ് പൂർത്തിയായിട്ട് 3ാമത്തെ വയസ്സിലേക്ക് കടക്കണം. ഇനി നെയ്യാടാണെങ്കിൽ അഥവാ ചെമ്മരിയാടൊക്കെ ഉൾപ്പെടുന്ന ആ വിഭാഗത്തിൽപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ 1 വയസ്സ് പൂർത്തിയായി 2ലേക്ക് കടക്കണം. ഇവിടെ നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരുന്നത് കോലാടാണല്ലോ അല്ലെ? അപ്പൊ 2 വയസ്സ് പൂർത്തിയാവണമെന്നാണ് വരുന്നത്. മാത്രമല്ല ഇനി നമുക്ക് അഴിബുകൾ അഥവാ അതിൽ
പരിഗണിക്കപ്പെടാത്ത ചില ഇതുണ്ടാവും, ന്യൂനതകൾ ഉണ്ടാവും. ആ ന്യൂനതകൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പൊതുവായിട്ട് ന്യൂനതകളുടെ ഒരു മാനദണ്ഡം പറയാൻ പറ്റുന്നത് ഏത് ഇറച്ചിയിൽ കുറക്കുന്ന ഏതൊരു ന്യൂനതയും അത് അറുക്കപ്പെടാൻ പറ്റാത്ത ന്യൂനതയാണ്. അത് ഈ കച്ചവടവുമായി ബന്ധപ്പെട്ടായിരിക്കും അല്ലേ? മാംസത്തിൽ അതിൻ്റെ ന്യൂനതയായിട്ട് വില കെട്ടപ്പെടുമ്പോൾ ഒക്കെ പരിഗണിക്കപ്പെടുന്ന എന്താണോ അതാണ് ന്യൂനതയായിട്ട് പരിഗണിക്കപ്പെടുന്നത്. ഇനി ഇവിടെ അറുക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഏതാണ് ഏറ്റവും ഉത്തമ രീതി എന്നതാണ്. ഉത്തമമായ മൃഗം ഏതാണെന്നാണ്. ഒട്ടകമാണ് ഏറ്റവും ഉത്തമം, അഫ്ളലായ മൃഗം എന്ന് പറയുന്നത് ഉളുഹിയത്തിനൊക്കെ. എന്നാൽ അതിനുശേഷം പിന്നീട് പരിഗണിക്കുന്നത് ബക്കറത്താണ്, അഥവാ മാട് വിഭാഗം. പശു, പോത്ത് എന്നീ വിഭാഗങ്ങൾക്ക് പെടുന്ന ഈ മാടാണ് രണ്ടാമത്. ഏറ്റവും അഫ്ളൽ ഒട്ടകം, അത് കഴിഞ്ഞാൽ പിന്നീട് മാട് വിഭാഗം, പിന്നീട് ഷാത്താണ്. ഷാത്തിൽ തന്നെ ഏറ്റവും നല്ല മുന്തിയ ഇനം എന്ന് പറയുന്നത് ലഅനാണ്, നെയ്യാട്. ആടിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെമ്മരിയാടൊക്കെ ഉൾപ്പെടുന്ന നെയ്യാടാണ് ഏറ്റവും ഉത്തമം. പിന്നീടാണ് അവസാനത്താണ് കോലാടിൻ്റെ ഇനം വരുന്നത്. ഇതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ബക്കറത്താണെങ്കിലും അഥവാ ഒരു മാട് വിഭാഗത്തിൽ പെടുന്ന ഒരു മൃഗമാണെങ്കിലും അതുപോലെ തന്നെ ഒട്ടകമാണെങ്കിലും 7 പേർക്ക് വരെ അതിൽ കൂറായിക്കൊണ്ട് അറുക്കാമെന്നാണ്. ഷെയറായിട്ട് വാങ്ങാൻ പറ്റും 7 വരെ. 8 ആൾക്ക് കൂടി വാങ്ങാൻ പറ്റുകയില്ല. അവിടെ 7 ആൾക്കാർ വാങ്ങുമ്പോൾ ആ 7ൽ 1 സുബഹിൽ ഒരാൾ പങ്കാവുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം സ്വന്തമായിട്ട് ഒരു ആടിനെ അറുക്കലാണ്. അപ്പോൾ ആടാണ് 7ൽ 1 ഏറ്റവും ഉത്തമം. അവിടെ 7ൽ 2 വിഹിതം, ഒരാളിപ്പോൾ 2 വിഹിതത്തിന് എന്തായി പൈസ കൊടുത്തു. ആ പൈസ യഥാർത്ഥത്തിൽ ഒരു ആടിനേക്കാൾ വില കൂടുതലാണെങ്കിൽ പോലും ഒരൊറ്റ ആടിനറുക്കലാണ് ഉത്തമമെന്നാണ് ഇബ്നു ഹജർ ഹൈതമി തങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നത്. ഈ മൃഗങ്ങളുടെ നിറം നോക്കുമ്പോൾ അവിടെ വെള്ള നിറത്തിനാണ് കൂടുതൽ ശ്രേഷ്ഠത എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞാൽ ഒരു മഞ്ഞ നിറത്തിലുള്ളത്, പിന്നെ ചാര നിറത്തിലുള്ളത്, പിന്നെ ചുവന്ന നിറത്തിലുള്ളത്, പിന്നെ കറുപ്പ് നിറത്തിലുള്ളത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമീകരണം നമുക്ക് ഫിഖിന്റെ കിതാബുകളൊക്കെ കാണാൻ കഴിയുന്നത്. നിറത്തിനും പ്രാധാന്യമുണ്ട് എന്നാണ് ഇത് അറിയിക്കുന്നത്. പശുവിലും അഥവാ മാട് വിഭാഗത്തിലും ഒട്ടകത്തിലും നമുക്ക് 7 പേർക്ക് വരെ അവിടെ പങ്കു ചേർന്നുകൊണ്ട് ഉളിഹത്ത് കർമ്മം നടത്താമെന്നാണല്ലോ, ബലി അറുക്കാമെന്നാണ്. അവിടെ നമുക്ക് കിതാബിൽ കാണാം തുജിസിയു അൻ വാഹിദിൻ വൻ സബ്അത്തിൻ. എന്നിട്ട് സബ്അത്തിൻ്റെ വിശദീകരണത്തിലായി കാണാം, അഥവാ 7 പേരെ തൊട്ട് മാട് വിഭാഗവും ഒരു ഒട്ടകത്തെയും എല്ലാം അറുക്കാമെന്ന് പറഞ്ഞ ശേഷം അതിൽ നിന്ന് പുറത്തു പോകുന്ന രീതി അഥവാ ഇതിൽ ഉൾപ്പെടാത്ത രീതിയായിട്ട് പരിചയപ്പെടുത്തുന്നത് 8 പേര് കൂടിക്കൊണ്ട് അറുക്കുക എന്നാണ്. അപ്പോൾ 8 പേര് കൂടിക്കൊണ്ട് ഒരു പശുവിനെയോ അല്ലെങ്കിൽ ഒരു ഒട്ടകത്തെയോ അറുത്താൽ അത് സാധൂകരിക്കാൻ പറ്റുകയില്ല, അത് സാധുവാകില്ല. ആടിന്റെ സ്ഥാനത്ത് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞത്. ചുരുങ്ങിയത് ഒരു ആടിനെ ഇറക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ആടിന്റെ സ്ഥാനത്ത് ആടിന്റെ സ്ഥാനത്ത് ഇറക്കിക്കൊണ്ടാണ്. അഥവാ ഫതാവ കുബറയിലൊക്കെ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നത് നസ്സലു കുല്ല സുബഇൻ മൻസിലത ഷാത്തി, ഒരു ഷാത്തിന്റെ സ്ഥാനത്ത് നാം നോക്കേണ്ടതുണ്ട്. അഥവാ 2 സുബഹിൽ 2 ആൾ കൂടി ഷെയറായി എന്ന് പറഞ്ഞു. അഥവാ ഒരാൾക്ക് ഒരു ഷെയർ, ഒരാൾക്കൊരു സുബഹ്, മറ്റൊരാൾക്ക് മറ്റൊരു 7 എന്ന് പറയാതെ 2 ആൾ കൂടികാണ്ട് അഥവാ മൊത്തത്തിൽ നിർണയിക്കാതെ 2 പേരും പാടെ 2 7 എടുത്തു എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ വിഷയം പറയുന്നത്. അവിടെ തന്നെ ഒരുപാട് സാധ്യതകളുണ്ട്. അഥവാ അയാള് ഒരു സുബഹിന്റെ പകുതി എടുത്തതാവാം, ഒരാൾ ഒരു സുബഹിന്റെ പകുതി, മറ്റൊരാള് 1.5 സുബഹ്, അങ്ങനെയൊക്കെ ആകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് ഓരോ സുബഹും ഒരു ഷാത്തിന്റെ സ്ഥാനത്താണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഷാത്താവുമ്പോ ഒരാളെ ഷെയർ ആവാൻ പാടുള്ളൂ. അത് ഇവിടെയും ആ വിധി വരും, അപ്പൊ ശരിയാവില്ല എന്ന് വരും. അല്ലാതെ 7ൽ 1 മാത്രമേ ആവർത്തികൾ വരുമ്പോൾ ഇപ്പോൾ 2 ആൾ കൂടി വാങ്ങുകയാണെങ്കിൽ ഒരാളിപ്പോൾ 6 വിഭാഗം, 7ൽ 6 ഭാഗം ഒരാൾ വാങ്ങുകയും മറ്റൊരു ഭാഗം മറ്റു വ്യക്തി വാങ്ങണമെന്നൊരു വാദം ഇന്നിപ്പോൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ ചില വ്യക്തികൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ശരിയല്ലല്ലോ. കാരണം നമ്മുടെ ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ ഇപ്പോൾ ഉളുഹിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ 4 മദ്ഹബിൻ്റെ ഇടയിലുള്ള ഇഖ്തിലാഫ് വിശദീകരിക്കുന്ന, അഭിപ്രായ ഭിന്നതകൾ വിശദീകരിക്കുന്ന ഏത് ഗ്രന്ഥത്തിലും ഇങ്ങനെ അഭിപ്രായം പോലും ഏത് പണ്ഡിതർ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കുകയില്ല. അതന്നെ സങ്കീർണത ഉണ്ടാക്കിയാണത് യഥാർത്ഥത്തിൽ. അഥവാ അവർ പറഞ്ഞു വരുന്നത് ഈ സുബഹിനേക്കാൾ
അല്പം കൂടിയാൽ അഥവാ മറ്റൊരു സുബ് ആയിട്ട് പരിഗണിക്കാൻ കഴിയുകയില്ല, എന്നാൽ ഒരു സുബിനേക്കാൾ അല്പം കൂടുകയും ചെയ്തിട്ടുണ്ട്, ആ കൂടിയത് ഉലഹത്തായിട്ട് വരുന്നില്ല എന്നാണ് പറയുന്നത്. അത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പശുവിന് അല്ലെങ്കിൽ ഒരു കാളക്ക് 42,000 റുപ്യ. അപ്പോൾ 42,000 റുപ്യ ആകുമ്പോൾ ആ 7 വ്യക്തികൾ കൂടിക്കൊണ്ട് ആ ഒരു കാളയെ വാങ്ങുകയാണെങ്കിൽ അവിടെ 6,000 റുപ്യാണ് ഒരാളുടെ ഷെയർ ഉണ്ടാവുക. ഇങ്ങനെ 7 പേര് കൂടിക്കൊണ്ട് 42,000 റുപ്യക്ക് വാങ്ങി. ഇവിടെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദപ്രകാരം ഉണ്ടാവുക 6 പേര് കൂടിക്കൊണ്ട് ഓരോരുത്തരും 7,000 രൂപ എടുത്തുകൊണ്ട് വാങ്ങുകയാണെങ്കിൽ നമുക്കറിയാലോ 7,000 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 42,000 ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാവരുടെയും 6,000 രൂപക്ക് വാങ്ങിയ ആ മാംസം മാത്രമാണ് ഉളിഹത്തായി പരിഗണിക്കുന്നുള്ളൂ. അത് ഉളിഹത്തല്ല, അത് വെറും മാംസ വിതരണത്തിൽ ഉൾപ്പെടുമെന്നാണ് അവർ പറയുന്നത്. അത് ശരിയല്ലല്ലോ. നമുക്കറിയാം നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ അതിനവർ തെളിവായിട്ട് എന്തോ അതാണ് കൊണ്ടുവരുന്നത്. അത് ഈ നസ്സലു കുല്ല സുബിൻ മൻസത്തെ ഷാത്തിൻ, ഒരു ഷാത്തിന്റെ സ്ഥാനത്താണ് ഓരോ സുബിൻ ഇറക്കിയത്. ഫതാവൽ കുബ്രയിൽ പറഞ്ഞ 7 ആൾക്കാരിലേക്കാൾ കൂടുതൽ അഥവാ 8 ആൾ കൂടി ഷെയർ ആവരുത് എന്നതിന് തെളിവാണത്. അത് ന്യായമായി ഉന്നയിച്ചത് എല്ലാത്തിലേക്കും ഈ ഒരു ഹുക്കും എല്ലാ സ്ഥലത്തേക്കും വരുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അത് ശരിയല്ല. കാരണം നമുക്ക് വ്യക്തമായ ഒരു ഹുക്കുമിൽ ഒരു കാര്യത്തിന് സാദൃശ്യമാക്കി അല്ലെങ്കിൽ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിനോട് സാദൃശ്യമാക്കിയാൽ മറ്റുള്ള എല്ലാ കാര്യത്തിലും അത് അതുപോലെയാണ് എന്നുള്ളതല്ല. അത് നമ്മൾ ഫിഖിന്റെ കിതാബുകൾ വ്യക്തമാണല്ലോ. പറയുന്നത് എന്തിനാന്ന് വെച്ചാല് 2 ആൾ കൂടി 2 സുബ് എടുത്താൽ 2 ഏലൊന്നുകൾ എടുത്താൽ ഒരാൾക്ക് ഒരു സുബ് എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ അയാൾക്ക് അര സുബാവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അവിടെ ഒരു ഷാത്തിനെ കൃത്യമായിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഷാത്തിനേക്കാൾ കുറഞ്ഞൊരവസ്ഥ വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ്. കാരണം ഏറ്റവും കുറഞ്ഞ അനാമിൽ ഏറ്റവും കുറഞ്ഞത് അഥവാ ആടുമാടിൽ ഏറ്റവും ചെറുത് ഏതാണ്? ആടാണ്. അപ്പൊ അതിനേക്കാൾ കുറഞ്ഞൊരു ഓഹരിയാവും എന്ത്? സുബിനേക്കാൾ കുറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ടാണ് അവർ പറഞ്ഞത് എന്ത്? സുബിനേക്കാൾ കുറയരുത്. സുബിന്റെ സ്ഥാനത്ത് മാത്രമല്ല ഹദീസുകളിലൊക്കെ കാണാം ഒരു ഒട്ടകത്തെ അല്ലെങ്കിൽ ഒരു പശുവിനൊക്കെ അർത്തിരുന്നത് എങ്ങനെ? 7 ആൾ കൂടി. അതിനേക്കാൾ കുറഞ്ഞ രൂപം വരും 7 താഴെ ഒരാള് അർത്താല്. അപ്പൊ അതിനെതിരെ പറഞ്ഞതാണ് നസലു കുല്ല സുബൈ മൻസിലത്തെ ഷാത്തി. യഥാർത്ഥത്തിൽ ഈ രൂപം എങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ ഒരു ഇവരുടെ വാദപ്രകാരം ഉണ്ടായാലും ഇപ്പൊ ഞാൻ നിങ്ങളും കൂടിയാണ്ട് ഒരു പശുവിനെ വാങ്ങി അല്ലെങ്കിൽ ഒട്ടകത്തെ വാങ്ങി അർത്താൽ അതിൽ 6 വിഭാഗം എന്താവുന്നുള്ളൂ? ഒട്ടകത്തെ ആ ഉദീഹത്തായിട്ട് മാറുന്നുള്ളൂ. ഒരു പകുതിയായിട്ട് പോകുന്നില്ലേ എന്നാണ്. ആരെങ്കിലും ഇങ്ങനെ പറയാറുണ്ടോ? വെറുതെ ഒരു ആടിനെ 7 കഷ്ണാക്കേണ്ട ആവശ്യമുണ്ടോ? 7 വിഹിതാക്കേണ്ട ആവശ്യമില്ലല്ലോ. നിസ്ഫും വാങ്ങിയെന്നല്ലേ. അപ്പൊ ഇവിടെ അങ്ങനെ സാധാരണ രീതിയിൽ നമുക്കറിയാം അങ്ങനെയാണ് പറയാറുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു രൂപമാണ് യഥാർത്ഥത്തിൽ ഇബാറത്തുകളെല്ലാം ഉള്ളത്. വാഹിദും പറ്റും സബഅത്തും പറ്റും. പറ്റാത്തത് എന്താ? 8 ആൾക്കാർ കൂടിക്കൊണ്ട് നമുക്ക് ഷെയറായി വാങ്ങാൻ പാടില്ല എന്നാണ്. ഇമാമിങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞ മറ്റു ഫുഖഹാക്കൾ മറ്റ് മദ്ഹബുകളിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അതുപോലെ തന്നെ നമ്മുടെ 4 മദ്ഹബിന്റെയും അഭിപ്രായ ഭിന്നതകൾ രേഖപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ കാണാം ഷാഫി ഇമാമിന്റെയും അഭിപ്രായം എന്താണ്? 7 കുറഞ്ഞുകൊണ്ട് 6 ആൾക്കാർ കൂടി അർത്താലും പ്രശ്നമില്ല. അത് കൃത്യമായിട്ട് നമുക്ക് മുമ്പിൽ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഏറെയുള്ള ജുസ് കൊണ്ട് അവർ ഉളിഹത്ത് കർമ്മമായിട്ട് തന്നെ അവര് ചെയ്യുന്നവരാണ് എന്നാണ് പറഞ്ഞത്. നമ്മളിവിടെ ഇപ്പോ എങ്ങനെയൊക്കെയാണ് ഒരു മാടില് അല്ലെങ്കിൽ ഒരു ഒട്ടകത്തിൽ ആടിനൊക്കെ അറുക്കുന്നതിന്റെ അതിൽ ഷെയർ ആവുന്നതിന്റെ അഥവാ അതിൽ പങ്കാളിയാവുന്നതിൻ്റെ രൂപങ്ങൾ ഇവിടെ വിശദീകരിച്ചു. ഇനി നമ്മൾ അറുക്കുന്ന കർമ്മത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അറുക്കുമ്പോൾ അതല്ലെങ്കിൽ ഉലഹിയത്തിന് വേണ്ടിക്കൊണ്ട് നിശ്ചയിക്കുന്ന സമയത്തൊക്കെ നീയത്ത് വെക്കേണ്ടതുണ്ട്. ഏത് കർമ്മത്തിന് നീയത്ത് വേണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഉലഹിയത്ത് അറുക്കുന്നതിനും നീയത്ത് വേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ നീയത്തിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഖഹാക്കളൊക്കെ വിശദീകരിച്ചത് എൻ്റെ സുന്നത്തായ ഉലഹിയത്ത് ഞാൻ കരുതി എന്ന് അവൻ തയ്യീൻ ചെയ്യുന്ന സമയത്ത് അഥവാ അവൻ നിർണ്ണയിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ അവൻ അറുക്കുന്ന സമയത്ത് രണ്ടാമൊരു സമയത്താണ് നീയത്ത് വെക്കേണ്ടത്. എൻ്റെ സുന്നത്തായിട്ടുള്ള ഉലഹിയത്ത് ഞാൻ അറുക്കുന്നു എന്നോ അതല്ലെങ്കിൽ ഇതെൻ്റെ സുന്നത്തായ ഉലഹിയത്താകുന്നു എന്നോ രണ്ടാമത് നീയത്ത് വെച്ചാൽ അവിടെ മതിയാകുമെന്നാണ്. അതുപോലെ തന്നെ നീയത്ത് നീയത്ത് വെക്കാൻ മറ്റൊരാളെ ഏൽപ്പിക്കുകയും ചെയ്യാം. നീയത്ത് വെക്കുന്നതിൽ മറ്റൊരാളെ വക്കാലത്താക്കാം. അപ്പോൾ അവൻ എന്താ നീയത്ത് വെക്കേണ്ടത്? ഞാൻ എൻ്റെ മുവക്കിലിൻ്റെ സുന്നത്തായ ഉലിഹത്ത് അറുക്കുന്നു എന്നോ അല്ലെങ്കിൽ ഇതെന്റെ മുവക്കിലിൻ്റെ സുന്നത്തായ ഉലിഹത്ത് ആകുന്നു എന്നോ ഈ 2 രൂപത്തിൽ വക്കാലത്ത് ഏൽപ്പിച്ചവൻ്റെ സുന്നത്തായ ഉലിഹത്ത് ആകുന്നു എന്നോ നീയത്ത് വെച്ചാൽ മതി. ഇതേപോലെ തന്നെ അറുക്കുന്നതിനും മറ്റൊരാളെ വക്കാലത്താക്കാം. അപ്പോൾ അറുക്കുന്ന ആൾ എന്ത് ചെയ്യണം? എൻ്റെ മുവക്കിലായ ആളെ തൊട്ട് ഞാൻ സുന്നത്തായ ഉലിഹത്ത് അറുക്കുന്നു എന്ന് കരുതിയാൽ മതി. ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം,
ഈ വക്കാലത്ത് ഏൽപ്പിക്കുമ്പോൾ ഉദയത്തിൽ അറവിന് വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിക്കുമ്പോൾ ഒരു വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മുടെ വിദേശ രാജ്യത്തിൽ ജീവിക്കുന്ന പ്രവാസികളുണ്ടാവും. അവർ നമ്മളെ ഏൽപ്പിക്കും, നാട്ടിലെ വ്യക്തികളെ. അപ്പൊ ധാരാളമായിട്ട് ഉണ്ടാവുന്ന രീതിയാണ്. 2025 തന്നെ നമുക്ക് കാണാം. അവിടെ നേരത്തെ പെരുന്നാൾ ആഘോഷിച്ചു. അപ്പോൾ ആരുടെ സമയം മുതലാണ് പരിഗണിക്കുക എന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ ഉദാഹരണത്തിന് 2 ദിവസം നമ്മളത് പിന്താം, അവരത് അങ്ങനെ വരാം. ഒരു ദിവസം മുന്താം പിന്താനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ ആരുടെ സമയമാണ് പരിഗണിക്കുക? സൈനി ദഹ്ലാൻ തങ്ങളുടെ ഫത്താവി രേഖപ്പെടുത്തി വെച്ചത് വക്കീലിൻ്റെ സമയത്തെ പരിഗണിക്കണമെന്നാണ്. ആ വക്കീലിൻ്റെ സമയത്തെ പരിഗണിക്കണമെന്ന് പറയുന്ന ആ ഉദ്ധരണി ഇയാനത്ത് ത്വാലിബിനിൽ സയ്യിദ് ബക്കീർ തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ അതാണ് അതൊരു പ്രായോഗിക രീതി. അല്ലെങ്കിൽ മുസ്തഈനിലും അതുപോലെ തന്നെ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ വക്കീല് അപ്പൊ ഈ നാട്ടിലുള്ള വ്യക്തിയുടെ സമയത്തെ പരിഗണിച്ചുകൊണ്ട് ഉദീഹത്ത് കർമ്മം നിർവഹിക്കണമെന്നാണ്. അല്ലാതെ പ്രശ്നങ്ങൾ വരുമോ? ഇതാണ് പ്രായോഗിക രീതിയായിട്ട് പറയാൻ പറ്റുക. മറ്റുള്ള രൂപത്തിലുള്ള ഇബാറത്തുകൾ ഉണ്ടെങ്കിൽ പോലും ഇതാണ് നമുക്ക് അമൽ ചെയ്യാൻ ഏറ്റവും സുഖകരമായ രീതി എന്നാണ് മനസ്സിലാവുന്നത്. നമ്മൾ ഉദീഹത്ത് അറക്കുമ്പോൾ ബലികർമ്മത്തിൽ ഏറ്റവും നല്ലത് വീട്ടിൽ വെച്ച് ചെയ്യലാണ്, വീട്ടിൽ വെച്ച് അറക്കലാണ്. ബന്ധുക്കൾക്ക് കൂട്ടിക്കൊണ്ട് അങ്ങനെയാണ് ഏറ്റവും നല്ലത്. എന്നാൽ നമ്മൾ ഇപ്പൊ കണ്ടുവരുന്നത് സംഘടിതമായിട്ട് കമ്മിറ്റിയോ മറ്റോ ഏൽപ്പിച്ചു കൊണ്ടുള്ള അറിവുകളാണ്. അവിടെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ നാട്ടിൽ വ്യാപകമായിട്ട് അത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്നൊക്കെ മഹല്ല് കമ്മിറ്റിന്റെ നേതൃത്വത്തിലാണ് അങ്ങനെയാണ് നടക്കുന്നത്. പക്ഷെ അവിടെ ചില മസലകൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിൽ ഈ ഉളിഹത്ത് അറുക്കുന്നവരുടെ കൂട്ടത്തിൽ നേർച്ചയാക്കിക്കൊണ്ടോ മറ്റോ വാജിബായിട്ടുള്ള അഥവാ നിർബന്ധമായിട്ടുള്ള ഉളിഹത്ത് അറുക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഈ സംഘടിത ഉളിഹത്ത് ആവുമ്പോൾ അവിടെ ഒരു 30 കന്നുകാലികൾ ഉണ്ടാവും. അതിനൊക്കെ പാടെ അറുത്തുകൊണ്ട് അവരുടെ ഈ മാംസങ്ങളൊക്കെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ വിതരണം ചെയ്യാം. അതിലെങ്ങാനും ഈ വാജിബായിട്ടുള്ള അഥവാ നേർച്ചയാക്കപ്പെട്ട ഈ മൃഗത്തിന്റെ ഈ മാടിന്റെ മാംസം കലരുകയും അത് ഫുക്കറാക്കളിലേക്ക് അഥവാ ദരിദ്രരിലേക്ക് എത്താതിരിക്കുകയും ചെയ്താൽ അവിടെ അവരുടെ വാജിബ് വിടുകയില്ല. അത് വലിയൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. പക്ഷെ അതാരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ഈ സംഘടിത ഉദീഹത്തിന്റെ ഒരു പോരായ്മയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അത് ശ്രദ്ധിച്ചാൽ ഇത് പ്രശ്നമില്ലാന്ന് വരും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ്, നമ്മൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ ചേർന്നുകൊണ്ട് ഉദീഹത്ത് ഇറക്കുമ്പോൾ ഇങ്ങനെ അതിൻ്റെയൊക്കെ മാംസം ഒരു സ്ഥലത്ത് കൂട്ടിയിടുന്നു. ഇങ്ങോട്ട് കൂട്ടിയിട്ടുകൊണ്ട് അതിൽ നിന്ന് ഇങ്ങനെ പല ആളുകൾക്കും വിതരണം ചെയ്യുന്നു. അതിൽ ധനികർക്ക് വിതരണം ചെയ്യുന്നതുണ്ടാവും, പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യുന്നുണ്ടാവും. ഇതിൽ ഓരോ ആളുകളും അവരുടെ ഉദീഹത്തിന്റെ ഒരു 1/2 കിലോളം വരുന്ന ചെറിയൊരു അളവ് അവരെന്താണ് ദരിദ്രർക്ക് കൊടുക്കേണ്ടതുണ്ട്. അതെ, ഒരു പശുവില് അല്ലെങ്കിൽ ഒരു മാടില് 7 ആളുകൾ ഷെയർ വരുമ്പോൾ ഒരു 3.5 കിലോന്റെ അടുത്ത് മാംസം നീക്കി വെക്കണം. പക്ഷെ അത് തൻ്റെ വിഹിതത്തിൽ നിന്ന് അഥവാ തൻ്റെ മാടിന്റെ വിഹിതം ഫുഖറായിന് എത്തിയിട്ടുണ്ടോ, പാവപ്പെട്ടവർക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ഇതിൽ നിന്ന് ഉറപ്പാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ തന്റെ ഈ ഉളിഹത്തിന്റെ വാജിബ് വേടുന്നില്ല. അവിടെ ഏറ്റവും നല്ലത് എന്താന്ന് വെച്ചാൽ ഒരു മൃഗത്തെ അറുത്തതിന് ശേഷം അതിൽ നിന്നുള്ള എത്ര കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ അത് മാറ്റി വെക്കുക. അത് വാജിബാണെങ്കിൽ മുഴുവനായിട്ട് മാറ്റി വെക്കുക. നാടുകളിലൊക്കെ കമ്മിറ്റിയൊക്കെ നടത്തുമ്പോൾ കാർഡ് സംവിധാനത്തിൽ മറ്റേ പാവപ്പെട്ടവർക്ക് ഒരു കാർഡായിരുന്നു. അപ്പൊ ആ കാർഡിൽ വരുന്ന ആൾക്കാർക്ക് മാറ്റി വെച്ചാൽ മതി. നല്ലൊരു ആശയമാണ്. അങ്ങനെ ഓരോ മൃഗത്തെ അറുക്കുമ്പോഴും അതിൽ നിന്ന് എത്രയാണോ കൊടുക്കൽ ഓൾക്ക് നിർബന്ധം, ഉദീഹത്തായിട്ട് വീടണമെങ്കിൽ എത്ര കൊടുക്കൽ നിർബന്ധമാണോ ആ ഒരു വിഹിതം എന്ത് ചെയ്യാം, മാറ്റി വെക്കുക. എന്നിട്ട് അത് ഈ പാവപ്പെട്ട ആൾക്കാരെ പ്രത്യേകം നോക്കിയാണ്ട് കൊടുക്കുകയോ, അല്ലെങ്കിൽ ഈ കാർഡ് സംവിധാനത്തിൽ ചിലപ്പോൾ ചില പോരായ്മകളൊക്കെ കാണാൻ കഴിയും നമുക്ക്. അല്ലാതെ വന്നാൽ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് ഒരു മാംസ വിതരണമായി ഒതുങ്ങുന്നതെന്നാണ്. ഉളിഹത്തായിട്ടുള്ള മാംസ വിതരണമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. അപ്പൊ ആ പുണ്യം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ചില പല വിഷയങ്ങൾ കടന്നു വരുന്നുണ്ട്. ഇത് മഹല്ല് നിവാസികളും അതുപോലെ മഹല്ല് കമ്മിറ്റിക്കാരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ ഈ മൃഗങ്ങളെയൊക്കെ അറുത്തുകൊണ്ട് അതിന്റെ തോലും മറ്റതൊക്കെ വിൽക്കുമ്പോൾ അത് ഈ പാവപ്പെട്ടവർക്ക് അവകാശപ്പെട്ടതാണത്. അത് കമ്മിറ്റിക്കാർക്ക് വിൽക്കാനുള്ള അവകാശമല്ല. ചില നാടുകളിലൊക്കെ അങ്ങനെ കണ്ടുവരുന്നുണ്ട്. കമ്മിറ്റിക്കാർ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം വിറ്റിട്ട് പണം ദരിദ്രർക്ക് കൊടുക്കുന്നു. ആ ഒരു രീതി ശരിയല്ല എന്ന് മനസ്സിലാവുന്നത്. കാരണം ഇത് വിൽക്കാനുള്ള അവകാശം ആർക്കാണ്? ഈ ദരിദ്രർക്കാണ്. ഇവരെ വക്കാലത്താക്കുകയാണെങ്കിൽ അവർക്ക് വിൽക്കുന്നതിന് തടസ്സമില്ല. അല്ലാത്ത പക്ഷം ആ വിൽപ്പന ശരിയാവുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പോരായ്മയായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഉളിഹത്തിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്കറിയാം, നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ നിർബന്ധിത ഉളിഹത്താണെങ്കിൽ, നേർച്ചയാക്കപ്പെട്ട ഉളിഹത്താണെങ്കിൽ അത് ദരിദ്രരായ നാട്ടിലെ പാവപ്പെട്ട വിഭാഗത്തിന് കൊടുക്കുന്ന നിർബന്ധമാണ്. മുഴുവനായിട്ടും കൊടുക്കണം, അല്ലെങ്കിൽ സാധുവാവുകയില്ല.
അത് മറ്റൊരു കൊടുക്കാൻ പാടില്ല, അത് ഹറാമാണല്ലോ. എന്നാൽ സുന്നത്തായ ഉളിഹത്താണെങ്കിൽ നമുക്കറിയാം ഒരു നിശ്ചിത വിഹിതം ഒരൊറ്റ വ്യക്തി കൊണ്ടൊരു മാട് അറുക്കുകയാണെങ്കിൽ അവിടെ ഒരു ദിവസത്തിനുള്ളിൽ 1/2 കിലോനോ അതൊക്കെ കൊടുക്കാൻ നിർബന്ധമാണ്. അപ്പോൾ മാത്രമേ ഉളിഹത്തായി പരിഗണിക്കുകയുള്ളൂ. ഇനി പിന്നീട് സുന്നത്തായ ഉളിഹത്താകുമ്പോൾ അവിടെ ധനികനും കൊടുക്കാമെന്നാണ്. ധനികന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ധനികൻ അവിടെ അതിന് ക്രയവിക്രയത്തിനുള്ള അധികാരമില്ല. അവനക്കൊരു ഹദിയായിട്ടാണ് കൊടുക്കുന്നത്. കാരണം പാവപ്പെട്ടവർ കൊടുക്കുമ്പോ അല്ലേ സ്വതക്കയാവുകയുള്ളൂ, മറ്റവർക്ക് പോലും കൊടുക്കാൻ പാടില്ല എന്ന ചർച്ചകൾ. കാരണം അവനക്ക് അതിന് മേലെ ഉടമസ്ഥാവകാശമല്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോ അവര് മറ്റുള്ളവർക്ക് കൊടുക്കാനോ അതിഥികൾക്കൊക്കെ സൽക്കരിക്കുന്നതിന് എനിക്ക് തടസ്സമില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ മറ്റുള്ള ജീവികൾക്ക് കൊടുക്കുന്നതിന് എനിക്കൊന്നും പാടില്ല എന്നുള്ളതാണ്. പക്ഷെ ഹിബത്ത് കൊടുക്കാൻ പാടില്ല എന്ന് കാണാം. കച്ചവടം പാടില്ല, ഹിബത്തും പാടില്ല, സൽക്കരിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, ദരിദ്രനാകുമ്പോൾ ദരിദ്രന് ഈ വിഷയത്തിൽ ക്രയവിക്രയങ്ങൾ നടത്താൻ അധികാരമുണ്ട്. അഥവാ ഉളീഹത്ത് മാംസം ലഭിച്ചാൽ അത് വിൽക്കാം, വിൽപ്പന നടത്താൻ ഉടമസ്ഥാവകാശമുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട വിഷയം, പൂച്ചക്കും കൊടുക്കാം, മറ്റു വിഭാഗത്തിന് കൊടുക്കാൻ പറ്റും, സൽക്കരിക്കാനും മറ്റൊക്കെ ഉപകരിക്കാം. പക്ഷേ കച്ചവടം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് വാങ്ങുന്ന വ്യക്തി മുസ്ലിം ആയിരിക്കണം, കൊടുക്കാൻ പാടില്ല എന്നുണ്ടല്ലോ. അതുകൊണ്ട് മുസ്ലിമായ വ്യക്തിയുമായിട്ട് വിൽപ്പന നടത്തുവാനും ക്രയവിക്രയങ്ങൾ നടത്തുവാനും ഫുഖറായിന് അധികാരമുണ്ട്. പാവപ്പെട്ട ദരിദ്ര വിഭാഗത്തിൽ വരുന്ന വിശ്വാസികളാണെങ്കിൽ അവർക്കതിൽ നിന്ന് ക്രയവിക്രയങ്ങൾ നടത്താനും കച്ചവടം നടത്താനൊക്കെ പറ്റുമെന്നാണ്. ഇവിടെ ഏറ്റവും അഫ്ളലായ രീതി ഉളീഹത്തിൻ്റെ വിഷയത്തിൽ സുന്നത്തായ ഉളീഹത്താകുമ്പോൾ തനിക്കും അതിന് ഭക്ഷിക്കാമെന്നാണല്ലോ. ഇവിടെ നമുക്കറിയാം, മിൻഹാജിലൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നത് വലഹുൽ അക്ലു മിൻ ഉളീഹത്തി തതവ്വുഇൻ, വലഹുൽ അക്ലു മിൻ ഉളിഹത്തി തതവ്വുഇൻ, സുന്നത്തായ ഉളിഹത്തിൽ നിന്ന് അവന് ഭക്ഷിക്കാമെന്നാണ്. ഇവിടെ തന്നെ ദീർഘമായ ചർച്ചകൾ കാണാം. അഥവാ ഏറ്റവും നല്ലത് എന്താണ്? പൂർണ്ണമായിട്ടും ഫുഖറാക്കൾ കൊടുക്കലാണ്, അല്പം ബാക്കി വെച്ചുകൊണ്ട്. അപ്പൊ ബാക്കി വെക്കേണ്ട രൂപം, വെക്കേണ്ട മാംസഭാഗം ഏതാണ് അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ കാണാം. കെബിദാണ്, കരളാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ല ഒരു ഹിക്മത്തായിട്ടാണ് പറയുന്നത്, സ്വർഗാവകാശികൾക്ക് ആദ്യം ഭക്ഷിപ്പിക്കപ്പെടുന്നത് മത്സ്യത്തിന്റെ കരളാണ്. അതുകൊണ്ടാണ് ഇത് കഴിക്കൽ പ്രത്യേകം സുന്നത്താകുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് കഴിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ സ്വന്തം അറുക്കുന്ന സമയത്താണ് അതിൽ നിന്ന് അല്പം ഭക്ഷിച്ചുകൊണ്ട് ബാക്കിയുള്ള മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. എന്നാൽ വക്കാലത്ത് എന്നുള്ള നിലക്ക് എന്നെ ഒരാൾ വക്കാലത്താക്കി ഇറക്കുകയാണ്, അങ്ങനെ ഞാൻ മറ്റൊരാളെ തൊട്ട് ഉളിഹത്ത് ഇറക്കുകയാണ്. ആ ഇറക്കുന്ന സമയത്ത് എനിക്ക് ആ മൃഗത്തിൽ നിന്ന് ഭക്ഷിക്കാൻ പറ്റില്ല. ഇത് ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്. എനിക്കതിൽ നിന്ന് ഭക്ഷിക്കാൻ പറ്റില്ല. മറിച്ച് എനിക്ക് ഭക്ഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിബന്ധന ഉണ്ട്. എന്താണ്? അത് ഈ മുവക്കിലിൻ്റെ അഥവാ എന്നെ ഏൽപ്പിച്ച വ്യക്തിയുടെ സമ്മതം ഉണ്ടായിരിക്കണം. അപ്പോൾ അവിടെ വരുന്ന മറ്റൊരു ചർച്ചയാണ്, ഒരു വ്യക്തി മരണപ്പെടുന്നതിന് മുമ്പ് വസിയത്ത് ചെയ്തിരുന്നു അറക്കാൻ വേണ്ടി. അങ്ങനെ അയാൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ടാൽ അവിടെ പിന്നെ അയാളുടെ വസിയത്ത് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഉളിഹത്ത് ഇറക്കുമ്പോൾ അവിടെ ആർക്കും, അതായത് വനീനോ മറ്റുള്ള ഈ അറുത്ത വ്യക്തിക്കൊന്നും കഴിക്കാൻ പാടില്ല. അവിടെ കഴിക്കാൻ പറ്റുക ഫുഖറായിന് മാത്രമാണ്. അവരിലേക്ക് മുഴുവനായിട്ടും അതിനെ നീക്കപ്പെടണം എന്നാണ് നമുക്ക് കിതാബുകളിൽ നിന്ന് മനസ്സിലായി വരുന്നത്. ഇനി നമുക്ക് ഉളിഹത്തിലെ സുന്നത്തുകളിലേക്ക് കടക്കാം. ഉളിഹത്തില് നമുക്ക് ദുൽഹിജ്ജ് 1 മുതൽ തന്നെ ആട്, മാട്, ഒട്ടകങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ അത് കാണുമ്പോൾ തക്ബീർ ചൊല്ലൽ നമുക്ക് സുന്നത്ത്. അത് നമ്മൾ അറുക്കുന്നത് അല്ലെങ്കിൽ പോലും ആ തക്ബീർ സുന്നത്തുണ്ടെന്നാണ്. അറുക്കുന്ന മൃഗം തന്നെ ആവണമെന്നുണ്ടോ? ഇല്ല, ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അഥവാ ആ വിഭാഗത്തിൽ വരുന്ന ഏത് മൃഗത്തെ കണ്ടാലും ഒട്ടകം സുന്നത്താണ്. ഇവിടെ പ്രധാനമായിട്ടും ധാരാളം സുന്നത്തുകൾ ഉളുഹിയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് കിതാബിൽ കാണാൻ സാധിക്കും. ഉദാഹരണമായി പറഞ്ഞാൽ, ആദ്യം അറിവിന് മുമ്പായിട്ട് 3 തക്ബീർ ചൊല്ലുക, എന്നിട്ട് ബിസ്മി ചൊല്ലുക, എന്നിട്ട് സ്വലാത്തും സലാമും, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലിയതിന് ശേഷം വീണ്ടും 3 തക്ബീർ, അങ്ങനെ 3 തക്ബീർ ചൊല്ലിക്കൊണ്ട് അറക്കണമെന്നാണ്. ഇവിടെ തന്നെ പ്രത്യേകമായ പ്രാർത്ഥനകൾ, നമ്മുടെ നല്ലൊരു സ്വാലിഹായ കർമ്മമാണല്ലോ. നമുക്കറിയാം, സൽക്കർമ്മങ്ങൾ ചെയ്താൽ പ്രത്യേകിച്ച് ദുആ ചെയ്യൽ സുന്നത്താണല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകമായ ദുആകളും നമ്മുടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കുന്നുണ്ട്. ഉളിഹത്ത് നടത്തുന്ന സന്ദർഭത്തിൽ അല്ലാഹുമ്മ ഹാദാ മിൻക വ ഇലൈക ഫതഖബ്ബൽ മിന്നി എന്ന് പ്രാർത്ഥിക്കൽ സുന്നത്തുണ്ട്. ഇത് നിന്നിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്, നിന്നിൽ നിന്ന് മാത്രമാണ്, നിന്നിലേക്ക് തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു, അതുകൊണ്ട് ഇനി സ്വീകരിക്കണം എന്ന അർത്ഥം വരുന്ന അല്ലാഹുമ്മ ഹാദി മിൻക വ ഇലൈക ഫതഖബ്ബൽ മിന്നി എന്ന അർത്ഥം അറിഞ്ഞ് ചെല്ലുന്ന ഒരാൾക്ക് ഞാൻ ഉളിഹത്ത് അർത്തു എന്നുള്ള ആ ഒരു മനസ്സംതൃപ്തി, ആത്മസംതൃപ്തി കൈവരിക്കാൻ സാധിക്കുമെന്നാണ്. എന്ന് മാത്രമല്ല, അവൻ അതിനെ അഹങ്കരിച്ച് നടക്കുന്നതിനെ ഇല്ലായ്മയും ചെയ്യുന്നുണ്ട്. കാരണം ഇത് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാണ്, അള്ളാഹുവിന് വേണ്ടി കൊണ്ട് അർത്ഥതാണ്, സമർപ്പിച്ചതാണ് എന്നുകൂടി അതിൽ ആ ആശയം മനസ്സിലാക്കി ചെല്ലുന്നവർക്ക് അങ്ങനെ ഒരു ഗുണം കൂടി അതിൽ വരുന്നുണ്ട്. ചുരുക്കത്തിൽ ഉളുഹിയത്ത് എന്ന് പറയുന്നത് ഒരു പുണ്യകർമ്മമാണ്.
ധാരാളം നിബന്ധനകളും അതുപോലെ വാജിബുകളും ഷർത്തുകളും എല്ലാം പാലിച്ചുകൊണ്ട് ആദാബുകളുമെല്ലാം മര്യാദകളും മറ്റു അനുബന്ധ കാര്യങ്ങളുമെല്ലാം പാലിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടേണ്ട ഒരു പുണ്യകർമ്മമാണ്. എന്നാൽ ഇവിടെ നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ ഉളുഹിയത്ത് ബലികർമ്മം എന്ന് പറയുമ്പോൾ ഏത് മൃഗത്തെയും അറക്കാൻ പാടില്ല. നിശ്ചിതമായി നമ്മുടെ നെസ്സുകളിൽ വന്ന പരാമർശങ്ങളിൽ ഖുർആനിക ആയത്തുകളിലും ഹദീസുകളും പരിചയപ്പെടുത്തിയ അൻആം, ആട്, മാട്, ഒട്ടകം എന്നിവയിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഇതിലൂടെ നമുക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സുമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സമ്പത്തിനുള്ള ഇഷ്ടം, ആ ഇഷ്ടത്തെ നീക്കം ചെയ്യുവാനും എല്ലാം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാനും അള്ളാഹുവിലേക്ക് സാമീപ്യം കൈവരിക്കുവാനും സാധിക്കുമെന്നതാണ്. ഉളുഹിയത്തുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്രത്തിൽ ഊന്നിക്കൊണ്ട് എന്നാൽ വിമർശനങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ടുമുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടന്നത്. കൂടുതൽ കാര്യങ്ങൾ ഇനിയും പഠിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കുവാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തനത്തിൽ കൊണ്ടുവരാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.